ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ തേർഡ് ചാപ്റ്ററായ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മളിന്ന് പാർട്ട് 1 മാത്രമേ ഇടുള്ളൂ. പാർട്ട് 2 1000 ദിവസങ്ങളിൽ വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കാണണം, എന്നാലാണ് നമുക്ക് പാർട്ട് 2 കൂടി ഒന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മൊത്തം കണ്ട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സ്റ്റഡി ടിപ്പുകൾ വരുന്നുണ്ട്. ആ ടിപ്പുകൾ മനസ്സിലാവണമെങ്കിൽ ഇത് മൊത്തം കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജെനറ്റിക്സ് ആണ്. നമുക്ക് കാണാം. Genetics is the study of transmission of body features from parents to offspring. അപ്പോൾ എന്താ നമുക്ക് നോക്കിയാൽ കാണാം, ട്രാൻസ്മിഷൻ ഓഫ് ബോഡി ഫീച്ചേഴ്സ്. അപ്പോൾ പാരൻസിൽ നിന്ന് അവരുടെ കുട്ടികളിലേക്ക് കുട്ടികളുടെ ബർത്തിൻ്റെ സമയത്ത് അവരുടെ ബോഡി ഫീച്ചേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ബോഡി ഫീച്ചേഴ്സ് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ജെനറ്റിക്സ്. പിന്നെ കാണാം, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞത് ക്രിഗർ ജോൺ മെൻഡലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? അപ്പോൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്രിഗർ ജോൺ മെൻഡൽ. ഇനി അടുത്ത് ഫൈൻഡിങ്സ് ഓഫ് മെൻഡൽ ആർ നൗ കോൾഡ് ആസ് മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ മെൻഡലിൻ്റെ ഈ ജെനറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് ലോകളുണ്ട്. ആ ലോസിൻ്റെ പേരെന്ന് പറയുന്നത് മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതവിടെ സൈഡിൽ മെൻഡലിൻ്റെ ഒരു ഫോട്ടോ കാണാം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്റിയാണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ജെനറ്റിക്കലി ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ്. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്കലി ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ജീനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുക. ഇനി നമുക്ക് പിന്നെ അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ആൻഡ് ട്രൈറ്റ്സ്. ഇത് ഓരോ ടേമുകളാണ്. നമുക്ക് കാണാം, എനി ഇൻഹെറിറ്റബിൾ ഫീച്ചർ ഈസ് കോൾഡ് എ ക്യാരക്ടർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിക്ക് ഓരോ ബോഡി ഫീച്ചേഴ്സ് ട്രാൻസ്മിറ്റ് ആവണേനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചർ അത് ട്രാൻസ്മിറ്റ് ആവാൻ പറ്റുമെങ്കിൽ ആ ഫീച്ചറിനെ നമുക്കൊരു ക്യാരക്ടർ എന്ന് പറയാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈറ്റ് ആണ്. ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ക്യാരക്ടർ ഈസ് കോൾഡ് എ ട്രൈറ്റ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ പലതരത്തിലുള്ള ഓരോ ഫോമുകളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രൈറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആ പോയിന്റുകൾ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ, ക്യാരക്ടർ, ട്രൈറ്റ്. അടുത്ത് നോക്കണ സമയത്ത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോംസ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആൻഡ് ഷേപ്പ് ഓൺ എ ചാർട്ട് ഈസ് കോൾഡ് കാരിയോടൈപ്പ്. അപ്പോൾ ക്രോമസോംസിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രോമസോംസിനെ അതിൻ്റെ സൈസിനും ഷേപ്പിനും അനുസരിച്ച് ഒരു ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാരിയോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോംസ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആൻഡ് ഷേപ്പ് ഓൺ എ ചാർട്ട് ഈസ് കോൾഡ് കാരിയോടൈപ്പ്. നമുക്ക് അടുത്ത് കാണാം, ഐഡൻറ്റിക്കൽ ക്രോമസോംസ് ദാറ്റ് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഈച്ച് വൺ ഫ്രം ഈച്ച് പാരൻസ് ആർ കോൾഡ് ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ക്രോമസോംസ്, അതായത് ഒരേ മാതിരിയുള്ള ക്രോമസോംസ്, എന്തിൻ്റെ ഇതിലാണ്, ഷേപ്പും സൈസ് ഇത് രണ്ടിലും ഒരേ മാതിരി ഇരിക്കുന്ന കുറച്ച് ക്രോമസോംസ്, അത് ഓരോ പാരൻസിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കിട്ടിയ ക്രോമസോംസിനെ ഒരേ മാതിരിയുള്ള ഒരു പെയറിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഹ്യൂമൻ കാരിയോടൈപ്പ് കാണാം. നമുക്കിപ്പോൾ സ്ക്രീനിലൊരു പിക്ചർ കാണാം. ഇതിൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഉണ്ട്. അതിൽ നമുക്കിത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒന്നിൽ XY, ഒരെണ്ണത്തിൽ XX എന്നുണ്ടാവും. അപ്പോൾ മെയിലിൽ XYയും ഫീമെയിലിൽ XXും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഓട്ടോസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ്.
അതിലെന്താണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ 2 മെയിൻ കാറ്റഗറീസ് ഓഫ് ക്രോമസോംസ്. ക്രോമസോംസിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കാറ്റഗറിയാണ് ഈ ഓട്ടോസോംസും സെക്സ് ക്രോമസോംസും. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫിഗർ 1.1 ദ ക്രോമസോംസ് നമ്പേർഡ് 1 to 22 ആർ കോൾഡ് ഓട്ടോസോംസ് ആൻഡ് ദ ക്രോമസോംസ് XY or XX ആർ കോൾഡ് സെക്സ് ക്രോമസോംസ്. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം ഈ ഓരോ ക്രോമസോമിൻ്റെ ഇടയിൽ നമ്പർ ഇട്ടിരിക്കുന്നത് കാണാം. അതിൽ നമുക്ക് കാണാം 1 to 22. ഈ 1 മുതൽ 22 വരെയുള്ള ക്രോമസോംസിനെയാണ് നമ്മൾ ഓട്ടോസോംസ് എന്ന് വിളിക്കുക. പിന്നെ നമുക്ക് മെയിലിൻ്റെ അടിയിൽ കാണാം XY എന്നും ഫീമെയിലിൽ XX എന്ന് കാണാം. അപ്പോൾ ഇവ രണ്ടുമാണ് സെക്സ് ക്രോമസോംസ്. അപ്പോൾ നമുക്ക് the Y chromosome of males is much smaller than X chromosome as in figure 1.1. അപ്പോൾ നമുക്ക് ആ ഫിഗറിൽ തന്നെ കാണാം Y chromosome of males, മെയിലിലുള്ള Y chromosome എന്ന് പറഞ്ഞു കഴിഞ്ഞത് X ക്രോമസോമിനെക്കാട്ടിലും നല്ല ചെറുതാണെന്ന് നമുക്ക് കാണാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് അല്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്തേക്കുന്നത് നല്ലതാണ്. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ഡിറ്റർമിനേഷൻ സൺ ഓർ ഡോട്ടർ. അപ്പോൾ ഒരു ബേബിയുടെ സെക്സ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അത് ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ദ ജെൻഡർ ഓഫ് ദ ചൈൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് സ്പേം ദാറ്റ് ഫെർട്ടിലൈസസ് ദ എഗ്. അപ്പോൾ ഒരു ബേബിയുടെ ജെൻഡർ തീരുമാനിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു സ്പേമാണ് ആ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യണമെന്ന് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ചൈൽഡിൻ്റെ ജെൻഡർ ഇരിക്കുന്നത്. അത് നമുക്ക് നോക്കിയാൽ കാണാം ഇഫ് ദ എഗ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് എക്സ് ബെയറിംഗ് സ്പേം ദ റിസൾട്ടിംഗ് കോമ്പിനേഷൻ വിൽ ബി XX ആൻഡ് ദ ചൈൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് എ ഫീമെയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമേറ്റ് ആണ്. അപ്പോൾ ഫീമെയിൽ ഗാമേറ്റ് XX എന്നാണ് അവരുടെ കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ഒരു എക്സ് ബിയറിംഗ് സ്പേമാണ് വരുന്നതെങ്കിൽ വീണ്ടും വരുന്ന അവസാനത്തെ റിസൾട്ടിംഗ് കോമ്പിനേഷൻ ദ റിസൾട്ടിംഗ് കോമ്പിനേഷൻ വിൽ ബി XX. വീണ്ടും XX എന്നുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് വരിക. അപ്പോൾ ഉണ്ടാവണ ചൈൽഡ് ദ ചൈൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് എ ഫീമെയിൽ, ഒരു പെൺകുട്ടിയാണ് ഉണ്ടാവുക. നമുക്ക് അടുത്തത് നോക്കുമ്പോൾ ഇഫ് ദ എഗ് ഈസ് ഫ്യൂസ്ഡ് ബൈ Y ബിയറിംഗ് സ്പേം. അപ്പോൾ ഒരു എഗ്ഗിനെ Y ബിയറിംഗ് സ്പേമാണ് പോയിട്ട് ഫ്യൂസ് ചെയ്യണതെങ്കിൽ അപ്പോൾ വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY ആണ്. XX അല്ല XY ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ദ ചൈൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് എ മെയിൽ, ഒരു മകനാണ് ഉണ്ടാവുക. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ്, ജീനോം ആൻഡ് അലീൽസ്. ഈ 3 ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ നോക്കുമ്പോൾ ജീൻസ് ആർ സ്പെസിഫിക് പാർട്സ് ഓഫ് എ ക്രോമസോം വിച്ച് ഡിറ്റർമൈൻ ദ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ജീനുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പാർട്സ് ഓഫ് ക്രോമസോമിൻ്റെ ഒരു സ്പെസിഫിക് പാർട്സ് ആണ്. എന്താണ് അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഡിറ്റർമൈൻ ദ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ജീൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുമ്പോൾ ജീനോം എന്ന് പറയുമ്പോൾ ജീനോം ഈസ് എ ഫുൾ കോംപ്ലിമെൻറ്റ് ഓഫ് DNA ഒരു ഫുൾ കോംപ്ലിമെൻറ്റിനെയാണ് നമ്മൾ ജീനോം എന്ന് വിളിക്കുന്നത്. അടുത്തത് അലീലാണ്. എവറി ജീൻ ഹാസ് 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ഫോർ എ ക്യാരക്ടർ പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് എഫക്ട്സ്. ദീസ് ഓൾട്ടർനേറ്റീവ് ഫോംസ് ആർ കോൾഡ് അലീൽസ്. അപ്പോൾ ഒരു ജീനിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസാണ് അലീൽ എന്ന് പറയുന്നത്. ഒരു ജീനിന് 2 ഓൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടാവും. ആ 2 ഓൾട്ടർനേറ്റീവ് ഫോംസിനാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. ഈ അലീലൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. അലീലിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അലീൽ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത് കാണാം ഡൊമിനൻ്റ് ആൻഡ് റെസസീവ് അലീൽസ്. ഈ ഡൊമിനൻസും റെസസീവ്നെസ്സും നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് ജെനറ്റിക്സ് ഫുള്ള് വരുന്നത്. ഇപ്പോൾ നമ്മുടെ 10th മാത്രമല്ല +2 ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നുണ്ട്. അതിലും ഡൊമിനൻ്റ് ആൻഡ് റെസസീവ് അലീൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. An allele which in its present in a gene suppresses the other allele and expresses its features freely are called dominant alleles. അപ്പോൾ എന്താണ് അതിൽ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലീൽ ഒരു ജീനിൽ ഉണ്ടെങ്കിൽ ആ അലീൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അലീലിനൊക്കെ സപ്രസ് ചെയ്ത് വെക്കും. ആ ബാക്കിയുള്ള അലീലിനൊന്നും അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഈ ഡൊമിനൻ്റ് ആയിട്ടുള്ള അലീലിനെ മാത്രമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അലീലിനെയാണ് നമ്മൾ ഡൊമിനൻ്റ് അലീൽസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ അലീൽ വിച്ച് ക്യാൻ എക്സ്പ്രസ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഓൺലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡൊമിനൻ്റ് അലീൽസ് ആർ കോൾഡ് റെസസീവ് അലീൽസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡൊമിനൻ്റ് അലീൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഡൊമിനൻ്റ് അലീൽസിന് മാത്രമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള അലീലിന് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റെസസീവ് അലീൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനൻ്റ് അലീൽസിൻ്റെ ആബ്സെൻസിൽ ഈ റെസസീവ് അലീൽസ് മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രമാണ് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അലീൽസിനാണ് നമ്മൾ റെസസീവ് അലീൽസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് ഈസ് എ ഫീച്ചർ. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് ആണ് ഒരു ഫീച്ചറായിട്ട് എടുത്തുക്കണമെങ്കിൽ നമുക്ക് കാണാം ടോൾ പ്ലാന്റിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡ്വാർഫ് പ്ലാന്റിന് സ്മോൾ ലെറ്റർ ടി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് കാണാം ടി അതായത് അതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഡൊമിനൻ്റ് ആയിട്ടുള്ളതിനെ, ഇപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനൻ്റ് അലീലും സ്മോൾ ടി എന്ന് പറഞ്ഞാൽ റെസസീവ് അലീലുമാണ്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് ഉണ്ടാവുന്നത്, രണ്ട് ഡൊമിനൻ്റ് അലീൽസാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോഴും പിന്നെ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, അപ്പോഴെന്താണ് ഒരു ഡൊമിനൻ്റ് അലീലും ഒരു റെസസീവ് അലീലും. പിന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ടി, അപ്പോഴും ഒരു റെസസീവ് അലീലും ഡൊമിനൻ്റ് അലീലും. ഈ മൂന്നെണ്ണത്തിലുമുള്ള ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലും ഡൊമിനൻ്റ് അലീലുണ്ട്. അപ്പോൾ ഡൊമിനൻ്റ് അലീലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആ ജീന് മൊത്തത്തിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള അലീലിൻ്റെ ഫീച്ചർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് അടുത്ത് കാണാം റെസസീവ് അലീലിൻ്റെ സ്മോൾ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടി, അത് മാത്രമാണ് ഡ്വാർഫ് പ്ലാന്റ്സ്. അത് എന്താണ് അതിൻ്റെ ഫീച്ചർ എക്സ്പ്രസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡൊമിനൻ്റ് അലീലിൻ്റെ ആബ്സെൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് റെസസീവ് അലീൽസിന് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യണത്. ഇനി അടുത്ത ടോപ്പിക്സൊക്കെ പാർട്ട് 2-ലുണ്ടാവും. ഇത്രയും നേരം പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.